35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ക്ലിനിക്കിൽ വരികയും ആള് കംപ്ലൈന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഹെവി ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേ സമയത്ത് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക, അതേപോലെ ആൾക്ക് വെറുതെ എന്തെങ്കിലും സ്ട്രെയിൻ കൊടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് തരിപ്പും മരവിപ്പും വരിക, രാത്രിയിലായി കഴിഞ്ഞാൽ ഭയങ്കര മരവിപ്പും കടച്ചിൽ വരിക, കയ്യിലേക്കൊരു കുഴച്ചിലും ക്ഷീണം ഉണ്ടാവുക, അതേപോലെ തന്നെ തലവേദന ഇടക്കിടക്ക് വരിക. ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളായിട്ടാണ് ആൾ വന്നത്. ആളാണെങ്കിൽ ഫിസിക്കലി കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. ചോദിച്ചപ്പോൾ ആളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ജിം ട്രെയിനറും കൂടിയാണ്. ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴും ഡീറ്റെയിൽ ആയിട്ടുള്ള സംസാരിച്ചപ്പോഴാണ് ആൾക്കൊരു നെർവ് കംപ്രഷന്റെ സാധ്യത മനസ്സിലാക്കുകയും ഞാനൊരു MRI സജസ്റ്റ് ചെയ്യുകയും ചെയ്ത്. MRI എടുത്ത് വന്ന സമയത്ത് അവർക്ക് C4 C5ലും C5 C6ലും 2 നെർവിന് കംപ്രഷൻ ഉണ്ടാവുകയും അതേപോലെ തന്നെ ബ്ലഡ് റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ വൈറ്റമിൻ D3യുടെ കുറവും അതേപോലെ കൊളസ്ട്രോള് ട്രൈഗ്ലിസറി ഭയങ്കര ഹൈ ആയിട്ടും കണ്ടു. അപ്പോൾ നമ്മളപ്പം തന്നെ ആയുർവേദത്തിൽ അതിന് വേണ്ടിയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള മസിൽ സ്റ്റിഫ്നെസ്സിനും നെർവ് കംപ്രഷനും വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ വൈറ്റമിൻ D3ക്കും കൊളസ്ട്രോളിനുള്ള മെഡിസിൻ ആയിട്ടും സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ ഒരു 1 വീക്കിൽ തന്നെ പേഷ്യൻറ്റിന് നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആളൊരു 3 വർഷത്തോളമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് പലയിടത്തും ഇന്റേണൽ മെഡിസിനായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് നമ്മളടുത്തേക്ക് വന്ന് നമുക്കിതൊരു ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റിലേക്ക് എത്തിപ്പെടാനും ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും ഈ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ ആയുർവേദത്തിലൂടെ സാധിക്കുകയും ഒരു 2 മാസത്തിന് ശേഷം പേഷ്യൻറ്റിൻ്റെ അപ്ഡേറ്റ് നമ്മൾ എടുക്കുകയും പിന്നീട് അതുപോലുള്ള ഒരു ബുദ്ധിമുട്ട് പേഷ്യൻറ്റ് അതുവരെ ഫീൽ ചെയ്തതായിട്ട് പേഷ്യൻറ്റിന് തോന്നിയിട്ടില്ല എന്നും വളരെ ഹാപ്പി ആണെന്നുള്ള രീതിയിലാണ് നമുക്ക് അതിനുള്ളൊരു അപ്ഡേറ്റ് കിട്ടിയിരുന്നത്.